രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തണമെന്ന് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. CATU ദേശീയ കൗൺസിൽ അംഗം മാർ നാസർ ഉദ്ഘാടനം ചെയ്തു. KGN ജില്ലാ പ്രസിഡന്റ് AD സുമോൾ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി L ദീപ, ജില്ലാ സെക്രട്ടറി PS സനൽകുമാർ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി C സിലീഷ്, KSTA ജില്ലാ സെക്രട്ടറി PD ജോഷി, AR ലീനാമോൾ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ലോകത്ത് നവലിബറൽ സാമ്പത്തിക നയം നടപ്പിലാക്കിയിട്ട് വർഷങ്ങളോളമായി. 90 മുതൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഈ നവലിബറൽ സാമ്പത്തിക നയം നടപ്പിലാക്കാം. ആ നയം നടപ്പിലാക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ രാജ്യത്ത് വലിയ രൂപത്തിലുള്ള പാപ്പരീകരണം വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പട്ടിണി പാവങ്ങളുള്ള നാട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യമല്ലേ ലോകത്ത്. അവൻ പട്ടിണിക്കാരുടെയും ദരിദ്രരുടെയും എണ്ണം കൂടി വരികയാണ്. അതിനോടൊപ്പമാണ് തൊഴിലില്ലായ്മയും വിലക്കയറ്റം എല്ലാം വന്ന് ജനജീവിതമാകെ ദുരിതപൂർണ്ണമാകുക. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മതിയായ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ നടത്താനും കഴിയുന്നില്ല. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് വലിയ പ്രശ്നമായി വരികയാണ്. നമ്മുടെ രാജ്യത്താണെങ്കിൽ ഇന്ന് ആതുര ശുശ്രൂഷ മേഖല നാം നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ കച്ചവട സ്ഥാപനങ്ങളായി ഉയർന്നു വരികയാണ്. വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ ട്രേഡ് കമ്പനി നടത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ആശുപത്രി നടത്തുന്ന രൂപത്തിലേക്ക് എത്തുക. അവിടെയെല്ലാം വലിയ കൂടിയ ചൂഷണമാണ്. അവിടെയൊക്കെ പണിയെടുക്കുന്ന നഴ്സുമാർക്ക് ന്യായമായിട്ടുള്ള വേതനം പോലും കൊടുക്കുന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കേരളത്തിൽ തന്നെ 6000 രൂപ 7000 രൂപയ്ക്കാണ് ജോലി കൊണ്ടിരുന്നത്. നഴ്സുമാരായിട്ടുള്ളവരെല്ലാം കൂടെ സംഘടിച്ച് വലിയ സമരം ചെയ്യുന്ന ഫലമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഗൗരവമായി ചർച്ച ചെയ്തിട്ടാണ് മിനിമം 20,000 രൂപയെങ്കിലും ഒരു നേഴ്സിന് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലൊക്കെ ഒരു 10,000, 20,000, 25,000 രൂപയ്ക്ക് ശമ്പളം കൊടുക്കുന്നത്.